പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എല്ലാം എന്നെ പറ്റി പറയേണ്ടി വരുന്നു. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് എതിരാളികൾ കരുതുന്നു. ആരെല്ലാം എന്നെ കാണാൻ സുഖമില്ലായിരുന്നപ്പോ KC ചേട്ടൻ രാഷ്ട്രീയം പറയാന് KC CPM-ലേക്ക് വരുമോ? കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിലെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ ബിപിൻ സി ബാബു CPM വിട്ട് BJP-യിലേക്ക് പോയത്. അദ്ദേഹത്തിൻ്റെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ G. സുധാകരൻ പാർട്ടി വിട്ട് ഇനി BJP-യിലേക്ക് പോകുമോ? കഴിഞ്ഞ കുറേ കാലങ്ങളായി CPM-നോട് അല്ലെങ്കിൽ CPM-ൻ്റെ നേതൃനിരയോടുള്ള അദ്ദേഹത്തിൻ്റെ ചില എതിർപ്പുകൾ അദ്ദേഹം പല വേദികളിലും മാധ്യമങ്ങളോടൊക്കെ പ്രകടിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹവും ബിപിൻ സി ബാബുവിനോടൊപ്പം അല്ലെങ്കിൽ CPM-ൻ്റെ പല സമ്മേളനങ്ങളും അദ്ദേഹത്തെ കാണാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം CPM വിട്ട് BJP-യിലേക്ക് പോകുമോ അല്ല കോൺഗ്രസിലേക്ക് പോകുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു. എന്തായാലും ഇതിനെല്ലാമുള്ള മറുപടി അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. KC എനിക്ക് സുഖമില്ലായിരുന്നപ്പം വന്നിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കാൻ വന്നു. വേറെ കാര്യം പഴയ സുഹൃത്തല്ലേ. KC ചേട്ടൻ രാഷ്ട്രീയം പറയാന് KC CPM-ലേക്ക് വരുമോ? അല്ല അയാൾ CPM-ലേക്ക് വരുമോ? അദ്ദേഹം വരുമോ? ഇല്ലല്ലോ. പിന്നെന്താ രാഷ്ട്രീയം പറയാം? അവര് രാജ്യത്ത് നടന്ന ക്യാമ്പയിനല്ലേ, അത് നമുക്കെന്താ നടത്തി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സുഖമില്ല കിടന്നപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നിരുന്നു. അതിനുശേഷം എൻ്റെ ഇത് നോക്കാൻ വേണ്ടി എനിക്കിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ, അതിനു വേണ്ടി വന്നതാണ്. ഞങ്ങൾ എത്രയോ കാലം അസംബ്ലിയിലേക്ക് ഒരുമിച്ചുണ്ടായത്. അതിനെന്താ പ്രശ്നം? നിങ്ങൾക്ക് വേറെ വാർത്തകളൊന്നും ഇല്ലേ? ഒരാളെ കാണാൻ വരുന്നത് അതെല്ലാം കാണാൻ വരത്തില്ലേ? അതിന് രാഷ്ട്രീയ ഭേദം വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അതാണ് ചോദിച്ചത്. എല്ലാം പറഞ്ഞ് കേട്ടതിന് ശേഷം പിന്നെയും ചോദിക്കാൻ തരാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സൗഹൃദ സന്ദർശനം എന്നെ കാണാൻ ആരെല്ലാം ഇവിടെ വന്നു? ഉറപ്പല്ലേ? ആരെല്ലാം എന്നെ കാണാൻ വന്നു സുഖമില്ലായിരുന്നപ്പോ? ഇവിടെ വിവിധ പാർട്ടികളിൽപ്പെട്ടവർ വന്നു. മനസ്സിലായില്ലേ? അത് സ്വാഭാവികമല്ലേ. 10-22 വർഷമായി പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്ന ഒരാളല്ലേ, ഇപ്പോഴും ഉണ്ടല്ലോ. മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങളല്ലേ ഒഴിഞ്ഞുള്ളൂ. അതായത് പാർട്ടി സ്ഥാനങ്ങളല്ലേ, അത് മാനദണ്ഡമല്ലേ, ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചതല്ലേ. പക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടല്ലോ. അതിനെന്താ സമാധാനം പറയുന്ന രീതി നമുക്കില്ലല്ലോ. ഞാൻ ഒന്നാമതേ ഇപ്പൊ അധികമൊന്നും പ്രതികരിക്കാതെ പോലുമില്ല. അത് അയാൾ പറഞ്ഞ് ഞങ്ങൾ കേട്ടില്ലേ. ഞാൻ അസ്വസ്ഥനാണെന്ന് അയാൾ പറഞ്ഞില്ല. അങ്ങനെ അയാൾ പറഞ്ഞില്ല. ഞാൻ അസ്വസ്ഥനാണെന്ന വാക്ക് അയാൾ പറഞ്ഞിട്ടില്ല. അത് ഭേദഗതി ചെയ്ത് പറയുക. ഞാൻ നിങ്ങളുടെ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരുടെ രീതിയോട് പൂർണ്ണമായി വിയോജിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് വസ്തുതകളൊന്നുമല്ല അറിയേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്ത കൊടുക്കണം. എനിക്ക് അസ്വസ്ഥത ഉണ്ടാവേണ്ട എന്ത് കാര്യമാണ്? നിങ്ങൾക്കൊരു വാർത്ത കൊടുക്കണം. CPM-നകത്ത് അസ്വസ്ഥതയാണ്. അയാൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അസ്വസ്ഥത എന്ന വാക്കല്ല അയാൾ ഉപയോഗിച്ചത്. അയാൾ ഉപയോഗിച്ച വാക്കെന്ന് പറഞ്ഞാൽ എന്റെ സ്ഥിതി കഷ്ടമാണെന്നാണ് പറഞ്ഞത്. അത് അയാൾ പറഞ്ഞല്ലേ, അത് അദ്ദേഹം പറഞ്ഞതല്ല. ഞാൻ അദ്ദേഹമായിട്ട് ഏറ്റുമുട്ടണം. സുരേന്ദ്രനാണ് ഇപ്പൊ എത്ര പേരെ ഏറ്റുമുട്ടും ഒരു ദിവസം? അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഒരു കാര്യം മനസ്സിലായല്ലോ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് എതിരാളികൾ കരുതുന്നു. മനസ്സിലായോ? അതാ രാഷ്ട്രീയം. ഞാൻ പാർട്ടിയിലെ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാനോട് ഞാനും കൂടി പാർട്ടി സമ്മേളനത്തിൽ അംഗീകരിച്ചതല്ലേ മാനദണ്ഡം? ആണല്ലോ. അതെ. അപ്പോ ഇല്ലെങ്കിലും എന്റെ കഴിഞ്ഞ 62 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആ ഒരു രീതി കാണുമ്പോൾ പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എല്ലാം എന്നെ പറ്റി പറയേണ്ടി വരുന്നു. അതെന്റെ ഒരു എന്താ പറയുന്നത് നേട്ടമെന്നല്ല ഞാൻ പറയുന്നത്. എന്റെ രാഷ്ട്രീയ ജീവിതം അവർക്ക് അവഗണിക്കാൻ പറ്റുന്നില്ല എന്നതിന് അർത്ഥത്തോട് വേറെ അർത്ഥമൊന്നുമില്ല. അതൊക്കെ ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞു കഴിഞ്ഞു.